മറ്റൊരു വാർത്തയിലേക്കാണ്. സമരം ചെയ്ത നഴ്സുമാരെ കയ്യേറ്റത്തിന് ശ്രമിച്ചെന്ന ആരോപണം. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി ഉടമയ്ക്കെതിരെയാണ് ആരോപണം. ആശുപത്രിയുടെ ഡോക്ടർ അലക്സാണ്ടർ സമരക്കാർക്കെതിരെ വാക്കേറ്റം നടത്തുന്ന ദൃശ്യം നഴ്സുമാർ പുറത്തുവിട്ടു. എന്നോട് എന്റെ കൂടുതൽ ഇഞ്ചക്ഷൻ ഹോസ്പിറ്റൽ സ്റ്റാഫാണ്. ഇവിടെ ബാഡ്ജ് ഉണ്ട്, ഡ്യൂട്ടി ഉണ്ട്. നിങ്ങളെന്തെങ്കിലും അലവരുടെ കാര്യം പറയും. അവന്റെ പേഷ്യൻ ലക്ഷ്യം അടുത്ത് പിള്ളേർ ഇതിലായിരിക്കും പോയിണ്ടാവുക. മക്കളെ നിങ്ങളൊക്കെ ജോലിക്ക് പോകാൻ വരുമല്ലോ. അതായത് വെച്ചാല് ഞങ്ങൾ ഇന്ന് 9-ാം തീയതി മുതൽ സമ്പൂർണ്ണ പണിമുടക്ക് എന്നുള്ള രീതിയിലേക്കായിരുന്നു നീങ്ങിയത്. ഓൾറെഡി ലെറ്ററും കാര്യങ്ങളിലും HR മാനേജേഴ്സിനെയും എല്ലാവരെയും ഇൻഫോം ചെയ്താണ്, ചെയർമാനോ ഉൾപ്പെടെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 4-ാം തീയതി നമ്മളവിടെ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് മാർച്ചും ധർണയും ഉണ്ടായിരുന്നു. അതിനുശേഷം അത് തീരുമാനമാകാത്തതിനാൽ 9-ാം തീയതി വരെ 1/3 ഒരു സ്റ്റാഫിനെ നൽകിക്കൊണ്ട് പണിമുടക്കിലേക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 9-ാം തീയതി വരെ തീരുമാനമായിട്ടില്ലെങ്കിൽ 9-ാം തീയതി മുതൽ കംപ്ലീറ്റ് പണിമുടക്ക്, അതായത് ഒരു സ്റ്റാഫ് പോലും, അതിന് മുമ്പിട്ട് 1/3 സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുള്ള രീതിയിലായിരുന്നു സ്ട്രൈക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ 9-ാം തീയതി മുതൽ ഇതിന് തീരുമാനമായിട്ടില്ലെങ്കിൽ ഒരു സ്റ്റാഫ് പോലും, ബേബിയിലുള്ളത് 600 സംതിങ് സ്റ്റാഫ് ഉണ്ട്, അത്രയും സ്റ്റാഫ് പോലും വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു തീരുമാനം. ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയ സമയത്ത് തന്നെ അവർ എമർജൻസി ആയിട്ട് കുറച്ച് സ്റ്റാഫിനെ റിക്രൂട്ട്മെന്റ് ചെയ്തു. പുതിയ, അതായത് ഔട്ട്സൈഡ് ഹോസ്പിറ്റൽ എമർജൻസി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ അവരെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരോട് ഇന്ന് ഇൻഡക്ഷൻ ക്ലാസ്സിന് വരാൻ വേണ്ടിയിട്ട്, അതായത് ഓറിയന്റേഷൻ, അതായത് ഹോസ്പിറ്റലിനെ പറ്റിയും ICUസിനെ പറ്റിയും എല്ലാവരും നമുക്ക് പുതിയ ഒരു ഹോസ്പിറ്റലിൽ വരുന്നവരോ അതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടി 7 ദിവസം എല്ലാ ഹോസ്പിറ്റലിലും 8 ദിവസങ്ങളിൽ ഇൻഡക്ഷൻ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കും. അതിനുശേഷം മാത്രമാണ് അവരെ ഡ്യൂട്ടിക്ക് ഇടാറുള്ളൂ. പക്ഷേ ഇതൊന്നും കൂടാതെ ഇൻഡക്ഷൻ പ്രോഗ്രാം പോലും നടത്താതെ ഇന്ന് അവരോട് ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കബളിപ്പിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുത്തിക്കുകയും ബാഗിൽ യൂണിഫോം കരുതിക്കോളൂ, ആവശ്യം വന്നാലോ എന്നുള്ള രീതിയിൽ അവരെ വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 25 പേരോളം അവിടെ പോയ സമയത്ത് അവരോട് പറഞ്ഞു, ഇൻഡക്ഷൻ ക്ലാസ് നിങ്ങൾക്ക് ഇന്നില്ല, സ്റ്റാഫിന്റെ ഷോർട്ടേജ് കാരണം നിങ്ങളെല്ലാവരും ഇന്ന് എമർജൻസി ആയിട്ട് എല്ലാ ഡ്യൂട്ടിക്ക് കാരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് സ്റ്റാഫ് പറഞ്ഞു, ഞങ്ങൾക്ക് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ടല്ലായിരുന്നു ഞങ്ങളെ വിളിച്ചു വരുത്തിയത്, ഞങ്ങൾ പറ്റിക്കുകയല്ലായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞു, പറ്റാത്തവർ, ഇതിന് ഡ്യൂട്ടിക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ളവർ ID കാർഡും യൂണിഫോമും ഇവിടെ തന്നിട്ട് ടെർമിനേഷൻ ലെറ്ററും വാങ്ങിയിട്ട് പോയിക്കോളും എന്നുള്ള ഭീഷണിയായിരുന്നു. അതിനുശേഷം അവർ അടുക്കില്ലാന്ന് തോന്നി, ഇവരെ സമ്മതിക്കില്ല എന്ന് തോന്നിയപ്പോൾ അവരെ ഒരു റൂമിൽ പൂട്ടിയിടുകയുമായിരുന്നു ചെയ്തത്. അതിനുശേഷം ചെയർമാൻ ഡോക്ടർ അലക്സാണ്ടർ കയ്യേറ്റം സ്റ്റാഫിനെ, UNന്റെ മെമ്പേഴ്സിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വിഷ്വൽസും കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളിപ്പം എല്ലാവരും കൂടി 600 സംതിങ് സ്റ്റാഫും കൂടി കലക്ടറേറ്റിലേക്ക് ധർണക്കും മാർച്ചിനും കൂടി പോവുകയാണ്.
വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു ഡോക്ടറാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ നഴ്സുമാർക്കെതിരെ ഈ ഒരു വാക്കേറ്റം അടക്കം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ആത്മരോഷം ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ആശുപത്രിയുടെ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ഉടമകളിൽ ഒരാളാണ് ഈ ഡോക്ടർ അലക്സാണ്ടർ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയുള്ള ഒരാളാണ് ഈ നഴ്സുമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ആരോപിച്ച് നഴ്സുമാർ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മളും പുറത്തുവിട്ടിരിക്കുന്നത്. നഴ്സുമാർ നൽകിയ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യത്തിൽ തന്നെ നമുക്ക് കാണാം ഡോക്ടർ അലക്സാണ്ടറെ മറ്റുള്ളവരൊക്കെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പോഴും നഴ്സുമാർക്കെതിരെ അദ്ദേഹം പാഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ. നഴ്സുമാർ അതാണ് ആരോപിക്കുന്നത്. അദ്ദേഹം കയ്യേറ്റത്തിന് ശ്രമിച്ചു, കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ് നഴ്സുമാർ ആരോപിക്കുന്നത്. ഒരു നഴ്സിന്റെ ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ പ്രത്യേകിച്ച് ഇപ്പോൾ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ UNA-യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നഴ്സുമാർ അവരുടെ ജീവിത പ്രശ്നങ്ങൾ പറഞ്ഞ് സംസ്ഥാന വ്യാപകമായി സമരം നടത്തുകയാണ്. 4-ന് സെക്രട്ടേറിയറ്റിന് മുൻപിലൊക്കെ സമരം നടന്നിരുന്നു. ഇന്ന് ഈ 9 മുതൽ അവർ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് നീങ്ങുകയാണ്. കാരണം തുച്ഛമായ വേതനത്തിനാണ് ഇതുപോലുള്ള കോഴിക്കോട് ബേബി മെമ്മോറിയൽ പോലുള്ള ആശുപത്രികളിൽ ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് നഴ്സുമാർ പറയുന്നത്. മാത്രമല്ല കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ മാത്രമല്ല കോഴിക്കോട് മൈത്ര ആശുപത്രി, മെട്രോഡ്മെന്റ് തുടങ്ങിയ ആശുപത്രികളിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരൊക്കെ സമരരംഗത്തുണ്ട് എന്നാണ് പറയുന്നത്. അവരൊക്കെ ഇന്ന് കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിന് മുൻപിൽ അവരുടെ വലിയൊരു സമരം സംഘടിപ്പിച്ചിരുന്നു. ആ സമരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിനായി വരികയായിരുന്ന നഴ്സുമാരെയാണ് അവിടെ കൂട്ടിയിട്ടു എന്നൊക്കെയാണ് നഴ്സുമാർ ആരോപിക്കുന്നത്. ഈ ആശുപത്രി അധികൃതർ അവരെ കൂട്ടിയിട്ടു എന്നുള്ളത് ഉൾപ്പെടെയുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആശുപത്രി അധികൃതർ കയ്യേറ്റം ചെയ്തു എന്ന് ആരോപിക്കുന്നുണ്ട്. മറ്റൊന്ന് അലക്സാണ്ടർ കൂടാതെ മറ്റ് ആശുപത്രിയുടെ ഉന്നതാധികാരിയായിട്ടുള്ള ഒരു വ്യക്തി സ്ത്രീ നഴ്സുമാരെ അടക്കം അസഭ്യം പറഞ്ഞ് ഒരു കോണിയിലൂടെ പിന്നാലെ വരുന്ന ദൃശ്യമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും ഇതൊരു കേരളത്തിലാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ ഒരു സമരം അവർ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അവരെ ഒക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി അങ്ങേയറ്റം ലജ്ജാകരമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നോട്ടീസ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്നാണ് നഴ്സുമാർ വ്യക്തമാക്കുന്നത്. ഈ ആശുപത്രിയിൽ മാത്രം, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ മാത്രം 600-ലധികം സ്റ്റാഫുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഇവർ സമരത്തിന് പോകും എന്നുള്ളത് നോട്ടീസിൽ അറിയിച്ചതിനെ തുടർന്ന് ഇന്ന് എമർജൻസി സ്റ്റാഫുകളായി മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള നഴ്സുമാരെ ഇവർ കൊണ്ടുവരികയും സാധാരണ അങ്ങനെ പുറത്തുനിന്നുള്ള ആളുകളെ കൊണ്ടുവന്നാൽ ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ നൽകാറുണ്ട്. അപ്പോൾ ഇന്ന് അവരെ വിളിച്ചു വരുത്തിയ ഓറിയന്റേഷൻ ക്ലാസ്സിന് എന്ന് പറഞ്ഞായിരുന്നു വിളിച്ചു വരുത്തിയത്. പക്ഷേ എത്തിയപ്പോഴാണ് ആ 25 പേർ കബളിപ്പിക്കപ്പെടുകയെന്ന് മനസ്സിലായത് എന്ന് ഈ നഴ്സുമാർ, സമരം ചെയ്യുന്ന നഴ്സുമാർ ആരോപിക്കുന്നു. തുടർന്ന് ഇവർ യൂണിഫോം പുറത്തെടുത്ത് നിങ്ങൾ ഡ്യൂട്ടിക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അതിന് തയ്യാറായില്ല. അതോടുകൂടിയാണ് ആശുപത്രി അധികൃതർ കൂട്ടിയിട്ട് തങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് നഴ്സുമാർ ആരോപിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നത്. ബുദ്ധിമുട്ടുള്ളവരെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ നഴ്സുമാർ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ പ്രതികരണം നമ്മൾ കേട്ടു കഴിഞ്ഞു. ഒപ്പം തന്നെ ദൃശ്യങ്ങൾ പോലും അവർക്കെതിരെ കയ്യേറ്റ ശ്രമം നടന്നു എന്നതിന്റെ ദൃശ്യങ്ങൾ പോലും അവർ പുറത്തു വിട്ടു കഴിഞ്ഞു. വലിയൊരു മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ളൊരു നടപടിയാണ് ഇത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ശരി, എന്തായാലും ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ഉടമയ്ക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. സമരം ചെയ്ത നഴ്സുമാരെ കയ്യേറ്റത്തിന് ശ്രമിച്ചു എന്നതാണ് ഉയരുന്ന ആരോപണം. ആശുപത്രിയുടെ ഡോക്ടർ അലക്സാണ്ടർ സമരക്കാർക്കെതിരെ വാക്കേറ്റം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിട്ടുണ്ട്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.